കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. മന്നയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എഫെസസുകാരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 4-ാം വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്, അവരെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. നമ്മൾ ഇന്ന് ഈ വചനത്തെ ബേസ് ചെയ്ത് ചർച്ച കണ്ടിന്യൂ ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു നല്ല മാതാവ് അല്ലെങ്കിൽ ഒരു നല്ല പിതാവ് എന്നതിനെപ്പറ്റി കൂടുതലായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എൻ്റെ കൂടെ സാലസും ജോസഫും ഉണ്ട്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ ആഴ്ചയും ഇതേ വചനം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കുഞ്ഞുങ്ങളെ കൂടുതൽ എങ്ങനെ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്താം, ഉപദേശത്തിൽ വളർത്താം, എങ്ങനെ ഒരു നല്ല പൗരന്മാരാക്കി അവരെ സമൂഹത്തിന് നൽകാം, ഇതിൽ മാതാപിതാക്കളുടെ ഒരു പങ്കെന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ ഇന്ന് ആഴമായി ഒന്നുകൂടെ ചിന്തിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് മാതാപിതാക്കന്മാർ പലപ്പോഴും തന്നെ കുഞ്ഞുങ്ങളുടെ പോരായ്മകളിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവരാണ്. എവിടെയൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് പോരായ്മകളുള്ളത്, അതിൽ ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, അതേപോലെ തന്നെ ആ പോരായ്മയെ നികത്താനായി വളരെയധികം പരിശ്രമിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. പോരായ്മകൾ നികത്തുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞ് ആകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവർക്ക് പോരായ്മയായി തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധാരണ ഒരു കാര്യമായിരിക്കാം. ചില പാരൻസിനെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് നന്നായി പാടണം, പാട്ടുകാരുടെ മ്യൂസിക് ടാലൻറ്റ് ഷോയിൽ എൻ്റെ കുഞ്ഞ് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രയധികമൊന്നും മാറ്റുരയ്ക്കാത്തൊരു കുഞ്ഞിനെയും നിർബന്ധിച്ച് അതിലേക്ക് ആക്കുന്ന ഒരു പാരൻറ്റിങ്. അങ്ങനെയൊക്കെയുള്ള അനേകം വൈവിധ്യങ്ങളായ മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എനിക്ക് തോന്നുന്നത് പ്രിയ പറഞ്ഞതുപോലെ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയർ ചെയ്യുന്നത് ശരിക്കും അവരിലൊരു പോസിറ്റീവ് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി നേരത്തെ പറഞ്ഞ പോലെ നന്നായി പാടുന്നു, ഇവന് കുറച്ച് അധികം ടാലൻ്റ് ഇല്ല, എന്നാലും പറയുന്നു ഓ നിനക്ക് അതുപോലെ ആയിക്കൂടെ. അടുത്ത വീട്ടിലെ കുട്ടി നന്നായി പഠിക്കുന്നു, നീ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവനെ ഒരു കുറ്റം പറയുമ്പോൾ ശരിക്കും അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അതേസമയം തന്നെ പലപ്പോഴും മാതാപിതാക്കൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ അവൻ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വാക്കുകൾ അവനെ വളർത്താനായിട്ടാണ് നമ്മളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവളെ വളർത്താനായിട്ടാണ്. അപ്പോൾ അവനെ വളർത്തുന്ന പടുത്തുയർത്തുന്ന വാക്കുകളാണ് എനിക്ക് തോന്നുന്നത് വീടുകളിൽ ഉപയോഗിക്കേണ്ടത്. അവരുടെ പോരായ്മയെ ഉൾക്കൊണ്ട് അക്സെപ്റ്റ്
അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ അത് അംഗീകരിച്ച് പറയുമ്പോൾ ഓക്കെ, നിനക്ക് ഇതിൽ കഴിവ് കുറവാണെങ്കിലും ഇന്നതിൽ കഴിവുണ്ടടാ, നിനക്ക് ഇന്നതിൽ കഴിവുണ്ട് മോളെ നിനക്ക്, ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി അവർക്കത് മനസ്സിലാക്കാനും അതിലൂടെ അവർക്ക് വളരാനൊക്കെ സാധിക്കും. പിന്നീട് അവർ നമ്മൾ ഏറ്റവും പോരായ്മയുള്ള കുട്ടിയായിട്ട് കണ്ട കുട്ടികൾ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഏറ്റവും ഉപകാരമുള്ളവരായിട്ട് മാറുന്നതായി കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ പല കുട്ടികളുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലൊക്കെ സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ഉപകാരമുള്ള കുട്ടികളുടെ അവരുടെ ഒരു പിൻകാലത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിച്ച നല്ലത് പറഞ്ഞ മാതാപിതാക്കളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കുടുംബത്തിൽ എപ്പോഴും പറയുക, ഒരു കുട്ടിയുടെ പോരായ്മ അതിൻ്റെ വളരെ നെഗറ്റീവായി പറയാതെ അതൊരു പോസിറ്റീവ് രീതിയിൽ കണ്ടിട്ട് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് ഒരു വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പലപ്പോഴും നമ്മൾ ഒന്നും ആകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വലുതാവുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്. അനേകം പ്രതീക്ഷയോടെയൊക്കെ നോക്കിയിരുന്ന ചിലരെങ്കിലുമൊക്കെ ഒന്നും ആകാതെ പോയിട്ടും ഉണ്ടാകാം. അതിൽ മാതാപിതാക്കൾക്കൊരു വലിയ പങ്കാണുള്ളത്. കാരണം ദൈവത്തെ ആദ്യം കൊടുത്താൽ മാത്രം തന്നെ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആരെയും നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഞാൻ പ്രിയയും സാലസും ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലും ഇതേ വചനം തന്നെയാണ് വന്നത്. ദി സ്റ്റോൺ ദറ്റ് ദി ബിൽഡേഴ്സ് റിജക്റ്റഡ് ബിക്കേം ദി കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾ തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ദാനമാണ്. ആൻഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈച്ച് ചൈൽഡ് ഈസ് വെരി യുണീക്ക്. അപ്പോൾ നമുക്കുള്ള മക്കൾ തന്നെ നമുക്കൊരിക്കലും അവരെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെല്ലാവരും വളരെ യുണീക്കായിട്ടുള്ള ടാലൻസ് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സൊസൈറ്റിയുടെ ഒരു പ്രഷർ നമ്മുടെ പേരൻസിൻ്റെ മേത്തുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെയും എന്തെങ്കിലുമൊക്കെയും ആയിത്തീരണം. കാരണം നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ നീങ്ങുമ്പോൾ അവരുടെ കൊച്ച് വളരെ ഡാൻസ് കളിക്കാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ പാടാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റേജ് ആ ഷോയിൽ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് അച്ചീവർ അവാർഡ് സ്കൂളിൽ കിട്ടി, അങ്ങനെയൊക്കെയും പറയുമ്പോൾ നമുക്കത് ഹൃദയത്തിൽ നമ്മളത് തട്ടിയിട്ട് വി എക്സ്പെക്ട് ദാറ്റ് ഓൾസോ ടു ഹാപ്പൻ ഫ്രം നമ്മുടെ പിള്ളേരുടെ അടുത്ത് നിന്ന്. നമ്മൾ ശരിക്കും വി നീഡ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം ആൻഡ് ട്രൈ ടു ബ്രിങ് ദം ടു ദാറ്റ് ലെവൽ. പക്ഷേ അതിന് പകരം നമ്മൾ എപ്പോഴും വീട്ടിലിങ്ങനെ അടിയും അല്ലെങ്കിൽ വഴക്കും ഒക്കെയും പറഞ്ഞിട്ട് അവരെ ഇവൻ ചിലപ്പോൾ വാക്കുകളോട് തന്നെ നമ്മൾ അവരെ കുറച്ച് കാണുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് മോർ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ദം. ഇപ്പം നമ്മുടെ ജോലിപരമായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പ്രഷേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ പിള്ളേരുടെ മേത്ത് നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ വി ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളത് ഓർത്തിട്ട് വേണം പറയാനായിട്ട്. കാര്യം ഞാൻ ഈ ഇടയ്ക്കൊരു ഫേസ്ബുക്കിനകത്തെ ഒരു ബ്ലോഗിൽ ഇങ്ങനെ വായിക്കേണ്ടായി, കൗമാരക്കാരനായ ഒരു മകനെ നോക്കിയിട്ട് ഒരപ്പൻ എപ്പോഴും പറയുമെന്ന്, ഇതിനേക്കാൾ നല്ലത് വാഴ വെച്ചാൽ മതിയായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നതേ. അപ്പോൾ ഒരു കുഞ്ഞും ഒരു വാഴയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഹേ എന്ന് നമുക്ക് പോയി അയാളോട് പറയേണ്ടി വരും. കാര്യം കുഞ്ഞ് വ്യത്യസ്തനാണ് തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളത് ഏറ്റെടുക്കുന്നൊരു രീതിയും ഒക്കെ ഓരോ കുഞ്ഞും ഓരോ രീതിയിലാണ് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാക്കുകൾക്ക് വളരെ ശക്തിയുള്ളത് കൊണ്ട് വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നെന്ന് പറയുന്നു അല്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ വചനത്തിന് എത്ര പവറാണ്, അതിൽ നിന്നാണ് എല്ലാം ഉളവായത്. അപ്പം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നന്മയുള്ളതായിരിക്കാൻ എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വാഴ വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്തു നട്ടാലും അതിനൊരു സമയമുണ്ട് അല്ലേ. നമ്മുടെ പ്രകൃതിയിലൊരു ഇതാണ്, അതിനെ ഫലം പുറപ്പെടുവിക്കാനായിട്ടൊരു സമയമുണ്ട്. ശരിക്കും കുട്ടികൾക്ക് നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ? അവരുടേതായൊരു ഫോർമേഷനുള്ളൊരു സമയം നമ്മൾ വി എക്സ്പെക്ട് വെരി ക്വിക്ക്ലി
എന്ന് തോന്നുകയാണ്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ഒരു പക്ഷേ നമ്മളൊക്കെ എന്താ പറയുക, വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ ഹൈലി പ്രൊഫഷണൽ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന. സോ നമ്മളും അതേ ഇത് എക്സ്പെക്റ്റ് ചെയ്യാണ്, പെട്ടെന്ന് റിസൾട്ട്. കുഞ്ഞുങ്ങളാണ് അവർ, കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അവർ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ശരിക്കും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ബൈബിളിൽ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ആ ശാന്തതയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഈ തിരക്ക് കൊടുത്ത് എനിക്ക് തോന്നുന്നത് എല്ലാം മറക്കുന്ന, ശരിക്കും എന്താ പറയുക, എന്തൊക്കെ ചെയ്യണമെന്ന് വരെ, മാനുഷിക മൂല്യങ്ങൾ വരെ മറക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അവർക്കൊരു സമയം കൊടുക്കുക. ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവർ വരും, സമയത്തിൻ്റെ തികവിൽ അവർ വരും. അങ്ങനെ ഒരു ക്ഷമയും പഠിപ്പിക്കണമല്ലോ. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് ചോദിക്കുന്നത് ഇപ്പം കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസി അല്ലല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും പിന്നെ എന്തൊക്കെയാണ് ഇല്ലാത്തത്? ഇപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എല്ലാവരുടെയും കയ്യിൽ മൊബൈലാണ്. എല്ലാവരും ആരും തമ്മിൽ സംസാരിക്കുന്ന, എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. എന്തൊക്കെ അറിയാത്ത അല്ലെങ്കിൽ വേറെ എവിടെയോ ആയിരിക്കുന്ന ആളോട് സംസാരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന ആളെ മറക്കുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ വളർന്നു വരുമ്പോൾ പാരൻസ് വളരെ വ്യാകുലരാണ്. എന്താണിതിങ്ങനെ എന്ന് പറയുന്ന പാരൻസിനെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ പാരൻസും സോഷ്യൽ മീഡിയയിൽ കുറേ സമയം കളയുന്നവരാണ്. എന്നിട്ട് പറയും എൻ്റെ മക്കൾ ശരിയാവുന്നില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നമ്മൾ ഒത്തിരിയധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് പോയിട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ബി ഓൺ ഫേസ്ബുക്ക് ഓർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി കോൺട്രാസ്റ്റിങ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു മാതൃകയായിട്ട് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഓക്കെ വി ആർ ലിമിറ്റിംഗ് അവർ ടൈം. അപ്പോൾ തീർച്ചയായിട്ടും അവരോട് പറയാം, ഓക്കെ യു നീഡ് ടു യൂസ് ഇറ്റ് ഓൺലി ഫോർ ഒരു ജസ്റ്റ് നമ്മുടെ മെയിൽസും അല്ലെങ്കിൽ പോസ്റ്റും ഒന്ന് നോക്കിയിട്ട് വയ്ക്കുക, അല്ലാണ്ട് ഫോർ എവറി അതർ ടൈം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ പലപ്പോഴും ഇന്നത്തെ കാലത്ത് പഠിക്കാനായിട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഹയർ ഗ്രേഡിലുള്ള പിള്ളേരാണെങ്കിൽ പോലും പഠിക്കാനായിട്ടുള്ള ബുക്കെല്ലാം നിരത്തി വെച്ചിട്ട് അവരുടെ സൈഡിൽ ഫോണും ഉണ്ടായിരിക്കും. അവർക്ക് ഒരിക്കലും അവരുടെ പഠിപ്പിൽ ശ്രദ്ധ ഒരിക്കലും കിട്ടില്ല. കാരണം ഫോൺ അവിടെ സൈഡിലിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഒന്ന് വാട്സാപ്പ് നോക്കണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്ന് വന്നിട്ട് നോക്കണം എന്നുള്ള ഒരു അട്രാക്ഷനാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അവർക്ക് ആ സ്റ്റഡീസിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഒരു പിതാവ് വലിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ആ ഒരു ഹാബിറ്റ് ഞാൻ നിർത്തണം. കാരണം നാളെ എനിക്ക് എൻ്റെ മക്കളോട് പറയാൻ പറ്റുമോ, നീ സിഗരറ്റ് വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട്, എന്നിട്ട് അവർ വലുതാകുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിനെല്ലാം എന്താ പറയുന്നത്, ഞാനൊരു വിരൽ അടുത്തൊരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എൻ്റെ 4 വിരലും എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ. വാട്ട് ഈസ് നോ ഫോർ മീ ഷുഡ് ബി നോ ഫോർ എവറി വൺ. അപ്പം ഞാൻ അത് ഐ ഹാവ് ടു അഡ്ഹെയർ ടു വാട്ട് ഐ എം സേയിങ്. അപ്പോഴേ എനിക്ക്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നോട് ചോദിക്കാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ കുറിച്ച്, ഞാൻ ബൈബിളൊന്നും വായിക്കില്ല, ഞാൻ പള്ളിയിൽ പോവില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേരാണെങ്കിൽ ദൈവം ഓക്കെ, അവർക്ക് അറിയില്ല, പേടിയുടെ പുറത്ത് അവർ ചെയ്യും. പക്ഷെ പിള്ളേർ വലുതാവും തോറും അവർ തിരിച്ച് നമ്മളോട് ചോദിക്കും, ആർ യു ഡൂയിങ് ഇറ്റ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയയെ മാറ്റിവെക്കാൻ ഒരിക്കലും പറ്റില്ല. കാര്യം ഇന്ന് എല്ലാവരും അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളിലും എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. നമുക്ക് കൗമാരക്കാരായ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുമോ, നിങ്ങൾ ഇനി തുടങ്ങി ഇതുപയോഗിക്കണ്ട, അതുപയോഗിക്കണ്ട, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെയൊന്നും നമുക്കിന്ന് പറയാൻ പറ്റില്ല. കാര്യം അവരായിരിക്കുന്ന സർക്കിളിൽ എല്ലാവരും തന്നെ ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ കുറച്ച് വിവേകത്തോടുകൂടി പെരുമാറണം. കാര്യം കുഞ്ഞുങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മൾ അവരെ സ്വതന്ത്രരാക്കണം തീർച്ചയായും. അതേസമയം നമുക്ക് കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചോട്ടെ, പക്ഷേ നമ്മൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ അറിയാമായിരിക്കണം. ഇപ്പോൾ പാസ്വേഡ് അറിയാമായിരിക്കണം കുഞ്ഞുപയോഗിക്കുന്നതിൻ്റെ, അമ്മയ്ക്കും അറിയാം. ഒരു സുതാര്യത ഉണ്ടായിരിക്കണം, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ സമയം കൊടുക്കുന്ന, ഇപ്പോൾ എനിക്ക് ഒരു കൗമാരക്കാരിയായ ഒരു മോളുണ്ട്, ഒരു ടീനേജറുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അറിയാം എൻ്റെ മോള്
ഫോൺ നോക്കുമ്പോൾ അതിനൊരു ടൈമുണ്ട്. ആ അലോട്ടഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ഞാൻ വാങ്ങിക്കും. ഐ വോണ്ട് ഗീവ് ബിക്കോസ് ഇറ്റ്സ് ആർ സ്റ്റഡി ടൈം. ആൻഡ് ഒരു സമയത്ത് ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കും കുറച്ച് നേരം കാണാനായിട്ട്. കാര്യം അപ്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളും. ഇന്ന് സ്കൂളിലെ പല കാര്യങ്ങളും വരുന്നത് മെസ്സേജസിലൂടെയും മെയിലിലൂടെയൊക്കെയാണ്. അപ്പോൾ അവർക്കത് നോക്കണം. ഫ്രണ്ട്സിൻ്റെ ഹോംവർക്ക്, അവരുടെ ക്ലാസ്സിൻ്റെ ചാറ്റ് റൂമിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കങ്ങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പാരൻസും അതൊന്ന് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. പ്രിയ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒരു ദൈവവചനം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എല്ലാം നല്ലതാണ്, പക്ഷേ എല്ലാം പ്രയോജനകരമല്ല. അപ്പോൾ എന്ത് അവർക്ക് പ്രയോജനം, കുട്ടികൾക്ക് എന്ത് പ്രയോജനകരമാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ലിമിറ്റ്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അവർ പറയാൻ ഓക്കെ ഡാഡി ഇത് ചെയ്യുന്നുണ്ട്, മമ്മി ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ എങ്ങനെയാണെന്ന് യൂസേജ് അവരെന്തായാലും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കൺട്രോൾഡ് ആയിരിക്കണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോൾ ഈ ഒരു ആത്മനിയന്ത്രണം മാതാപിതാക്കൾക്ക് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡ്രിങ്ക്സ് എടുക്കുന്ന കാര്യമായാലും അതൊക്കെ ഞാൻ എന്താ പറയുക ചെയ്യാതിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അതിന് ഒരു എൻകറേജ്മെൻറ്റ്, ഒരു ഇൻസ്പയറേഷൻ അത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്തില്ലെങ്കിൽ അവർക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല. എനിക്ക് തോന്നുന്നു തുറന്ന ചർച്ചകൾ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ ഊണുമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ചകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നല്ലത്, ഇത് തെറ്റാണ് എന്നൊക്കെയുള്ളൊരു ചെറിയ പഠനമൊക്കെ പഠനമല്ല ഞാൻ പറയുന്ന ഉപദേശവും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരു സൗഹൃദ സംഭാഷണങ്ങൾ നമ്മുടെ ഊണുമേശകളിൽ ഉണ്ടാവണം. ഇതാണ് നല്ലത്, ഇത് ശരിയാണോ, അത് ശരിയല്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു അങ്ങനെയുള്ളൊരു സൗഹൃദ സംഭാഷണമൊക്കെ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾ തന്നെ അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു ഇതിലേക്കൊന്നും മീഡിയയുടെ ഉപയോഗത്തിലേക്ക് പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാതാപിതാക്കന്മാർക്ക് അവരെ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ ട്രസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അവരെ ട്രസ്റ്റ് ചെയ്യണം, കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവരോട് പറയണം ഐ ട്രസ്റ്റ് യു. അപ്പോഴാണ് അവർ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവർക്ക് തോന്നുക. കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ ഇങ്ങനെ കണ്ടതാണ്. ആ മകൾ പോയി രജിസ്റ്റർ വിവാഹം ചെയ്ത് വരുമ്പോൾ ആ മകൾ പറയാണ് എനിക്ക് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോകാനായിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ അവരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ രജിസ്ട്രാർ അവിടെ ഇരുന്ന് പറയാണ് ഇന്ന് രാവിലെ വരെ അവർ നിന്നെ വിശ്വസിച്ചിരുന്നു, കോളേജിൽ പോകുന്നത് വരെ അവർ നിന്നെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഡയലോഗിൽ ആ കുഞ്ഞ് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ നമ്മളവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അങ്ങനെ അവരുടെ കണ്ണിൽ നോക്കി നിന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നെന്നും നീ വഴിതെറ്റി പോകില്ല, നീ നല്ല മകളാണ്, നല്ല മകനാണ് എന്നൊക്കെയുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ ചിലപ്പോൾ അവർക്ക് അതൊരു ഉപകാരമാകുമെന്നേ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് അവർക്ക് ബോധ്യമാകുക. പപ്പ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, മമ്മി എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കതൊരു വലിയൊരു കാര്യമാണത്. പ്രത്യേകിച്ച് അപ്പോൾ അത് അവർ തന്നെ അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഞാനിങ്ങനെ എന്താ പറയുക ഈ മീഡിയ കുറേ സമയം ഉപയോഗിക്കുന്നത് ശരിയല്ല, കാരണം പപ്പ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, പപ്പ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പപ്പ വീട്ടിലില്ല, ഓക്കെ മമ്മി വീട്ടിലില്ല, പക്ഷേ എന്നാലും ഞാൻ ഈ TV ഇത്ര നേരം വാച്ച് ചെയ്യാൻ പാടില്ല. ദേ ട്രസ്റ്റ് മീ, ദേ ഹാവ് ഗിവൺ മീ ദ ഫ്രീഡം, ബട്ട് ദേ ട്രസ്റ്റ് മീ, സോ ഐ ഷുഡ് നോട്ട് യൂസ് ദിസ് മച്ച്. അങ്ങനെ അവർക്കൊരു ഇത് മനസ്സിലേക്ക് അത് കടന്നു വരും. അല്ലെങ്കിൽ ഒരു മൊബൈൽ അവരുടെ കയ്യിലുണ്ടെങ്കിൽ മമ്മി എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിന്ന് കോൾ അധികം വിളിച്ച് ഞാൻ കളയാൻ പാടില്ല, പപ്പ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പപ്പയ്ക്ക് ഇത്രയും സാലറി കിട്ടുന്നത്, സോ ഐ ഷുഡ് നോട്ട് വേസ്റ്റ് ഇറ്റ്. വോട്ടെവർ ഏത് കേസിലായാലും ഓക്കെ. ഞാനൊരു മിഠായി വാങ്ങുമ്പോൾ കൂടി ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, പപ്പ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ഇതിനൊരു വാല്യൂ ഉണ്ട്, സോ ഐ വിൽ നോട്ട് വേസ്റ്റ് മൈ മണി, വോട്ടെവർ ഐ ആം ഗെറ്റിംഗ് ഐ വിൽ നോട്ട് വേസ്റ്റ് മൈ മണി. ആ ഒരു ചിന്ത കടന്നു വരും. ഐ ട്രസ്റ്റ് യു ഡാ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരുന്ന വലിയൊരു ഉത്തരവാദിത്വ ബോധമാണ് കടന്നു വരുന്നത്. എങ്ങനെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള ഒരു വലിയ ബോധ്യം അവരിലേക്ക് കടന്നു വരും. കുഞ്ഞുങ്ങളിൽ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ശരിക്കും പേരൻസ് ഇപ്പം അങ്ങനത്തെ ഒരു ബോധ്യം പിള്ളേർക്ക് വരണമെന്നുണ്ടെങ്കിൽ പേരൻസ് ശരിക്കും അവരുടെ അവസ്ഥ പിള്ളേരെ അറിയിച്ചിട്ട് വേണം വളർത്താനായിട്ട്. ചില മാതാപിതാക്കളുണ്ട്
അവർക്ക് എപ്പോഴും ഒരു നല്ല ഭാഗം മാത്രം കാണിച്ചു കൊടുത്ത് വളർത്തുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിലൊരു സാമ്പത്തിക പ്രശ്നം, ലൈക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് പിള്ളേർ അറിയണം ഇന്ന് പപ്പയ്ക്ക് ജോലിയില്ല, അല്ലെങ്കിൽ മമ്മിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഒരാളുടെ വരുമാനമാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവ് കുറയ്ക്കാനും നമ്മൾ മുമ്പ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നതെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും തുടരാൻ പാടില്ല. പക്ഷേ ഒത്തിരി പേരൻസ് ഉണ്ട്, ദേ ഫീൽ ലൈക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. ലൈക്ക് ഞങ്ങൾക്ക് ലൈക്ക് നല്ലൊരു സ്റ്റാൻഡേർഡിൽ വന്ന് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിള്ളേരുടെ മുമ്പിൽ അത് കാണിക്കാണ്ടിരിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ട് അതേ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ പാടില്ല. ലൈക്ക് നമ്മൾ വി ഹാവ് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ് പിള്ളേരുടെ അടുത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട് ഈസ് അവർ സ്റ്റേറ്റസ് അറ്റ് പ്രസൻറ്റ് അത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇല്ലായ്മയും ഒരു മറയില്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ കൂടെ അറിയിച്ചുകൊണ്ട് വേണം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ചിലവുകളും വരവുകളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു. ഇന്ന് ചിലപ്പോഴെങ്കിലും ചില വീടുകളിലെങ്കിലും ഇല്ലാതെ പോകുന്ന ഒന്നായിരിക്കും അത്. പിന്നെ വേറെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുടുംബമാണ് ഒരു ഗാർഹിക സഭയുടെ ഏറ്റവും പരമമായ അണു എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും നേരിട്ടും അല്ലാതെയൊക്കെ എനിക്ക് അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പാരൻസ് നല്ല മാതൃകയല്ല. എപ്പോഴും വീടുകളിൽ ബഹളവും ഇടിയും ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ. ഞാനൊരു ടീച്ചറായതുകൊണ്ട് ഞാൻ അനേകം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അനേകം കുഞ്ഞുങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അറിയുന്നത് എപ്പോഴും വീട്ടിൽ ബഹളവും പ്രശ്നങ്ങളുമാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ മാനസിക നില എന്താവും, ആരോഗ്യം എന്താവും, അവരെങ്ങനെയുള്ളൊരു ഭർത്താവും ഭാര്യയാകും എന്നൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു നല്ല ഭർത്താവിനാണ് ഒരു നല്ല അപ്പനാകാൻ പറ്റുള്ളൂ. കാരണം ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ, ഒരു ഭാര്യയും ഭർത്താവിൽ നിന്ന് പിന്നെ അവരിൽ നിന്റെ സ്നേഹത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പം നല്ലൊരു ഭർത്താവിന് തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയ്ക്ക് തന്നെയാണ് ഒരു നല്ല അമ്മയും നല്ല ഭർത്താവിനൊരു നല്ല അപ്പനും ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഈ തല്ലുപിടിക്കുക അല്ലെങ്കിൽ കുറ്റം പറയുക അതൊക്കെ ഒരു ദുർമാർഗ്ഗത തന്നെയാണ്. കാരണം അവരിഷ്ടപ്പെടുന്നത്, കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്ന മാതാപിതാക്കളെയാണ്. കാരണം അത് അവരിൽ സ്നേഹം വളർത്താനായിട്ട് ദേ ഫീൽ സെക്യൂർഡ്. അപ്പോൾ ഒരു സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ആണ്. ദേ ഫീൽ സെക്യൂർഡ്. അപ്പോൾ അവർ പുറത്ത് പോയാലും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അവർക്ക് എന്നും ഊർജം പകരുന്നുണ്ട്. അവർ സന്തോഷത്തിൽ കഴിയുന്നത് തന്നെയാണ് മക്കളുടെ സന്തോഷം. നമ്മൾ ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും, ആ കുഞ്ഞു മനസ്സ് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് ശരിക്കും പപ്പയും അമ്മയും സ്നേഹിക്കുന്നത് കാണുന്നതിന് ഇഷ്ടം എന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനും ജീവിത പങ്കാളിയും ഇരിക്കുമ്പോൾ ആ ഒരു മക്കൾ വന്നിട്ട് കൂടെ ഇരിക്കുന്നു എന്ന് പറയാം. ബൈബിളിലൊക്കെ പറയുന്ന പോലെ ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരെ പോലെ അവരുടെ ഇഷ്ടമാണ്. അപ്പനും അമ്മയും ഇങ്ങോട്ട് കൂടെ പിരിക്കുമ്പോൾ അവരും കൂടെ വന്നിരിക്കും, നമ്മടിയിലിരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലതാണ്. കുറ്റം പറയാതെ, അവരുടെ മുമ്പിൽ കുറ്റം പറയാതെ വഴക്കിടാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ സെക്യൂരിറ്റിയും അവർക്ക് കിട്ടുന്ന ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനവും വളരെ വലുതാണ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഏത് ഫാമിലിയിലാണെങ്കിലും പേരൻസ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. പക്ഷേ പിള്ളേർക്ക് നമ്മൾ ഏറ്റവും കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ക്യാൻ ബി ഡിഫറൻസസ്, ബട്ട് ആ ഡിഫറൻസസിനെ എത്ര പെട്ടെന്ന് റിസോൾവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു എക്സാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. കാരണം ഹീ ഈസ് ദി ഹെഡ് ഓഫ് ഓൾ അവർ ഫാമിലീസ് എന്നുള്ളൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുത്തിട്ട്. കാരണം ഒരു ക്രിസ്തീയ വിവാഹം തന്നെ മുന്നോട്ട് കർത്താവാണ് ആ ഒരു വിവാഹ ജീവിതത്തിന് തന്നെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എപ്പോഴും നമ്മൾ ഫാമിലിയിൽ പിള്ളേർക്കാണെങ്കിലും ഒരു മാതൃക കാണിച്ചിട്ട് എപ്പോഴും എന്ത് ഉണ്ടെങ്കിലും വീണ്ടും എത്ര പെട്ടെന്ന് നമുക്ക് യോജിച്ച് സ്നേഹിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ then that will be really a good example. They will be really happy. Okay, ഇന്നൊരു ചെറിയ കാര്യം ഉണ്ടായി, ബട്ട് they have already reconciled.
ആ ഒരു റിക്കൺസിലിയേഷൻ എപ്പോഴും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പേരൻസ് മക്കളുടെ മുമ്പിൽ ഇങ്ങനെ അബ്യൂസീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഇപ്പോൾ ഫാമിലീനെ അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം അതെല്ലാം അവർക്ക് വളരെ നെഗറ്റീവ് ഒരു അപ്രോച്ചാണ്. പിന്നെ അവരുടെ ചെറിയൊരു മനസ്സ് ലൈക്ക് ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് സ്റ്റേജാണ് അവർക്ക്. അവർ വലുതാവും തോറും അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ കെടുക്കും. ആൻഡ് ആസ് ദേ ഗ്രോ അപ്പ് ഓൾസോ ദീസ് ഹേർട്സ് വിൽ റിമെയിൻ. അത് പറഞ്ഞപ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർക്കുന്നത്, കാരണം എൻ്റെ കുടുംബജീവിതത്തിൽ പക്ഷേ പല മാതാപിതാക്കളും ഇത് ചെയ്യുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ചിട്ട് ബ്ലെസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യും, കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥന കഴിയുമ്പോൾ, ചില സമയത്ത് പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ കിടക്കുന്നതിന് മുമ്പ് അവരുടെ തലയിൽ കൈ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ബ്ലെസ് ചെയ്യുന്നൊരിതുണ്ട്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചില സമയം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ ഇവർ വന്ന് പറയും, അപ്പ ബ്ലെസ് ചെയ്തില്ലല്ലോ, അമ്മ ബ്ലെസ് ചെയ്തില്ലല്ലോ, അവരിങ്ങോട്ട് ചോദിച്ചു വരുന്നത്. സോ ദേ ഫീൽ വളരെ ഒരു സെക്യൂർഡ് ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വളരെ ഒരു കംഫർട്ട് അവർക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് ഒരു ശാന്തിയും ഒരു സമാധാനവും ഒക്കെ മാതാപിതാക്കളുടെ കൈവെപ്പ്, അവരുടെ തലയിൽ കൈവച്ച് വെക്കുമ്പോൾ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ദൈവവചനപ്രകാരം. അതോടൊപ്പം തന്നെ നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാൻ പറ്റും ഹൗ ദേ ആർ എൻജോയിങ് ദാറ്റ് മൊമെൻറ്റ്. ഒരു ശാന്തനായ ഒരു കുഞ്ഞിനെ പോലെ കിടക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഏത് പൊസിഷനും ദേ ആർ ഹാപ്പി. അപ്പോൾ ശാന്തനായിട്ടിരിക്കുക, എനിക്ക് തോന്നുന്നത് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണത്. തീർച്ചയായിട്ടും. ഇന്ന് ഇത്രയും നേരം നമ്മൾ മാതാപിതാക്കൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഒരു നല്ല പാരൻറ്റിങ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ചകളിലൂടെ കടന്നു പോവുകയായിരുന്നു. എല്ലാവരെയും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന മന്നയുടെ എല്ലാ പ്രേക്ഷകരെയും നല്ല മാതാപിതാക്കളാകാനായിട്ട് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.